ഗലാത്യർ 5-ാം അധ്യായം 22 മുതൽ 23 വരെയുള്ള ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് നാം ഈ നാളുകളിൽ വിശകലനം ചെയ്യുന്നത്. ആത്മാവിൻ്റെ 3-ാം ഫലമായ സമാധാനത്തെക്കുറിച്ച് നമുക്ക് ഗ്രഹിക്കാം. 2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ സമാധാനത്തിൻ്റെ കർത്താവായവൻ താൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. കർത്താവ് നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവാത്മാവിൻ്റെ ഫലത്തിൽ 3-ാമതായി പൗലോസ് അപ്പോസ്തലൻ സമാധാനം എന്ന ഗുണം പട്ടികപ്പെടുത്തിയിരിക്കുന്നു. യഥാർത്ഥ സമാധാനം പരിശുദ്ധാത്മാവിൽ നിന്നായതുകൊണ്ട് അത് നേടുന്നതിന് പരിശുദ്ധാത്മാവിന്റെ സ്വാധീനത്തിന് നമ്മൾ വഴങ്ങിക്കൊടുക്കണം. സമാധാനം നേടാൻ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് സഹായിക്കുന്നത്? ദൈവവചനം ക്രമമായി വായിച്ചുകൊണ്ട് നമുക്ക് സമാധാനം നേടാൻ കഴിയും. ദൈവവചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ ഓരോ കാര്യത്തെക്കുറിച്ചുമുള്ള ദൈവത്തിന്റെ വീക്ഷണം മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഉദാഹരണത്തിന്, ദൈവത്തിന് എങ്ങനെയാണ് എപ്പോഴും സമാധാനമുള്ളവരായിരിക്കാൻ കഴിയുന്നത്? ദൈവം സമാധാനത്തെ വളരെ പ്രധാനപ്പെട്ടതായി കാണുന്നത് എന്തുകൊണ്ടാണ്? ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ ബാധകമാക്കുമ്പോൾ നമുക്ക് വലിയ സമാധാനം അനുഭവപ്പെടും. ദൈവവചനത്തിലെ നിർദ്ദേശങ്ങൾ ബാധകമാക്കി ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ട് യഥാർത്ഥ സമാധാനം അനുഭവിക്കുന്ന അനേകരുണ്ട്. അവർക്ക് എങ്ങനെയാണ് ദൈവവുമായി മറ്റുള്ളവരുമായി സമാധാനത്തിലായിരിക്കാൻ കഴിഞ്ഞത്? അവർക്ക് എങ്ങനെയാണ് ആന്തരിക സമാധാനം കിട്ടിയത്? നമുക്കിപ്പോൾ 2 സഹോദരങ്ങളുടെ അനുഭവം നോക്കാം. അവർ എങ്ങനെയാണ് കോപ പ്രകൃതത്തെ മറികടന്ന് മറ്റുള്ളവരുമായി സമാധാനത്തിലായത്? 1-ാമത്തെ ആൾ ഡേവിഡിന്റെ മോശമായ മനോഭാവം അദ്ദേഹത്തിന്റെ സംസാരത്തെ ബാധിച്ചിരുന്നു. ദൈവത്തിന് ജീവിതം സമർപ്പിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരെ വിമർശിച്ചിരുന്ന ഒരാളായിരുന്നു ഡേവിഡ്. വീട്ടിലുള്ളവരോട് പരുഷമായ വാക്കുകൾ ഉപയോഗിച്ചാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. എന്നാൽ ഈ രീതി മാറ്റണമെന്നും മറ്റുള്ളവരുമായി സമാധാനത്തിലായിരിക്കണമെന്നും ഡേവിഡ് മനസ്സിലാക്കി. എങ്ങനെയാണ് ഡേവിഡിന് സമാധാനം കണ്ടെത്താൻ കഴിഞ്ഞത്? ഡേവിഡ് പറഞ്ഞു, ബൈബിളിലെ തത്വങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ബാധകമാക്കി. അങ്ങനെ കുടുംബാംഗങ്ങളും ഞാനും പരസ്പരം ആദരവോടെ ഇടപെടാൻ തുടങ്ങി. 2-ാമത്തെ ആൾ റേച്ചൽ. വളർന്നു വരുന്ന സാഹചര്യം അവളെ മോശമായി ബാധിച്ചു. അവൾ പറയുന്നു, ഇപ്പോൾ പോലും കോപമടക്കാൻ ഞാൻ പാടുപെടുന്നു. കാരണം അങ്ങനെ ഒരു ചുറ്റുപാടിലാണ് ഞാൻ വളർന്നു വന്നത്. എൻ്റെ വീട്ടിലെ എല്ലാവരും ദേഷ്യപ്പെടുന്ന പ്രകൃതക്കാരാണ്. സമാധാനത്തോടെ മറ്റുള്ളവരോട് ഇടപെടാൻ അവളെ എന്താണ് സഹായിച്ചത്? റേച്ചൽ പറയുന്നു, മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു. തിരുവഴുത്തുകളിലെ തത്വങ്ങൾ ബാധകമാക്കുകയും പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സമാധാനം ലഭിക്കുമെന്നതിൻ്റെ 2 ഉദാഹരണങ്ങൾ മാത്രമാണ് ഡേവിഡും റേച്ചലും. വിദ്വേഷവും പകയും നിറഞ്ഞ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും നമുക്ക് ആന്തരിക സമാധാനം വളർത്തിയെടുക്കാൻ കഴിയുക തന്നെ ചെയ്യും. ആ സമാധാനം കുടുംബാംഗങ്ങളുമായും സഹവിശ്വാസികളുമായും നല്ല ബന്ധത്തിലായിരിക്കാൻ സഹായിക്കും. എന്നാൽ എല്ലാവരും സമാധാനത്തിലായിരിക്കാൻ ദൈവം നമ്മളോട് പറയുന്നു. ഇത് സാധ്യമാണോ? അതിനുവേണ്ടി ശ്രമിക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ടോ? ദൈവവേലയിൽ ഏർപ്പെടുമ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സമാധാന സന്തോഷത്തിൽ നിന്ന് പ്രയോജനം നേടാൻ നമ്മൾ ആളുകളെ ക്ഷണിക്കുകയാണ്. അനേകം ആളുകൾ അതിന് ചെവി കൊടുത്തിരിക്കുന്നു. ഇത് നമ്മളെ സന്തോഷഭരിതരാക്കുന്നില്ലേ? ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അവർ ഇപ്പോൾ നിരാശരാകുകയോ കോപിക്കുകയോ ചെയ്യുന്നില്ല. പകരം അവർക്ക് ഭാവിയെക്കുറിച്ച് യഥാർത്ഥ പ്രത്യാശയുണ്ട്. സമാധാനം അന്വേഷിച്ച് അതിനെ വിടാതെ പിന്തുടരുവാൻ അവർ പ്രചോദിതരാകുന്നു. എന്നാൽ ആദ്യം എല്ലാവരും നമ്മുടെ സന്ദേശം ശ്രദ്ധിക്കണമെന്നില്ല. എങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നമ്മൾ സമാധാനത്തോടെയും ആദരവോടെയും അവരുമായി സന്തോഷവാർത്ത പങ്കുവയ്ക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് യേശു നമുക്ക് തന്ന മത്തായി 10-ാം അധ്യായം 11 മുതൽ 13 നിർദ്ദേശം നമ്മൾ അനുസരിക്കുകയാണ്. നിങ്ങളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാരെ അഭിവാദ്യം ചെയ്യുമ്പോൾ ആ വീടിന് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾ ആശംസിക്കുന്ന സമാധാനം അതിന്മേൽ വരട്ടെ. അതിന് അർഹതയില്ലെങ്കിലോ ആ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങി പോരട്ടെ. യേശുവിൻ്റെ ഈ ഉപദേശം അനുസരിക്കുമ്പോൾ സമാധാനത്തോടെ അവിടെ നിന്ന് പോരാനും അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കാനും കഴിയും. ഗവൺമെന്റ് അധികാരികളോട് ആദരവോടെ ഇടപെട്ടുകൊണ്ട് നമുക്ക് സമാധാനം കാത്തു സൂക്ഷിക്കാം. നമ്മുടെ പ്രവർത്തനത്തെ എതിർക്കുന്നവരോടും ആദരവോടെ ഇടപെടാം. സമാധാനം നിറഞ്ഞ ഒരു ആത്മീയ പർദൂസയിലാണെന്ന് ദൈവജനം. ദൈവാത്മാവിന്റെ ഈ ഗുണം വളർത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവജനത്തിനിടയിൽ സമാധാനം നിലനിർത്തുന്നതിന് നമ്മുടെ പങ്ക് നമ്മൾ ചെയ്യുകയാണ്. ഏറ്റവും പ്രധാനമായി യഹോവയുടെ അംഗീകാരം നമുക്കുണ്ടായിരിക്കണം. അതുപോലെ ദൈവത്തിന്റെ പുതിയ ലോകത്തിൽ അളവറ്റ സമാധാനം എന്നേക്കും നമ്മൾ ആസ്വദിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ നീതിയുള്ള നിയമങ്ങളും തത്വങ്ങളും അനുസരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ വിശ്വസിക്കുമെന്നും ദൈവവുമായി സമാധാനപരമായ ഒരു ബന്ധത്തിന് നമ്മൾ ആഗ്രഹിക്കുന്നു എന്നും കാണിക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മോട് അടുത്തു വരും. നമുക്ക് ആന്തരിക സമാധാനം തന്ന് അനുഗ്രഹിക്കുകയും മുഴു ഹൃദയത്തോടെ ദൈവത്തെ അനുസരിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥ സമാധാനം കണ്ടെത്താൻ കഴിയുകയും ചെയ്യും.
നമ്മുടെ സ്വർഗീയ പിതാവ് തരുന്ന സമാനമായ പരിശുദ്ധാത്മാവിലൂടെയും നമുക്ക് യഥാർത്ഥ സമാധാനം കണ്ടെത്താനാകും. യഥാർത്ഥ സമാധാനം നേടുന്നതിന് നമ്മുടെ ഉള്ളിൽ ശാന്തതയും നമ്മൾ സുരക്ഷിതരാണെന്ന തോന്നലും വേണം. അതുപോലെ മറ്റുള്ളവരുമായി നല്ല സുഹൃത്ത് ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നതിനും അതിലെല്ലാം ഉപരി യഥാർത്ഥ സമാധാനം കണ്ടെത്തുന്നതിനും ദൈവവുമായി അടുത്ത ബന്ധമുണ്ടായിരിക്കുകയും ചെയ്യാൻ പരിശുദ്ധാത്മാവ് സഹായിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.